ചേർക്കുന്നു പിന്നെയും ജീവിതമെന്നുള്ള സത്യം ജന്മബന്ധത്തിൻ്റെ പുണ്യമായ നിത്യവും മക്കൾ തീർക്കും നല്ല കാര്യം. ഇന്ന് രാത്രി ഇച്ചിരി മുന്നത്തെ പോയി ഒരു ഗ്ലാസ് പാല് വെച്ചിട്ട് വരുന്നു. ഇത്രയൊക്കെ വാങ്ങിച്ച സ്ഥിതിക്ക് ഒരു കവർ പാലും ചെറുക്കിന് വാങ്ങാൻ നിങ്ങളെ പോലെ ബാക്കി ചെയ്ത അപ്പനോ ഒരു തെരുവിലുണ്ടാകും. പിന്നെ എനിക്കൊരു ഇത്തിരി കാര്യം സംസാരിക്കാൻ. അമ്മയ്ക്കൊരു കപ്പ, അപ്പന്റെ കയ്യിലുണ്ട് അമ്മയുടെ അത് പറക്കാൻ എനിക്ക് പറക്കണം. വിറക് തന്നവർക്കിടയിലെ പരിമം തീർക്കാൻ തീരുമാനിച്ച ഈ മകനെ പറ്റി പറയാൻ എനിക്ക് ഈ ഭാഷ മനസ്സിലാക്കാം. മിഠായിയുടെ അപ്പനും അമ്മയും അടുത്തുന്നു. അപ്പനെ തോൽപ്പിക്കാൻ അമ്മ ഉപയോഗിക്കുന്ന അവസാനത്തെ അസ്ത്രമാണ്. എന്റെ കരുത്തിൽ ഒരു താടിച്ചണ്ട പോലും കെട്ടാത്ത നിങ്ങളെങ്ങനെ കെട്ടിയുണ്ടാവും. അവരെ കെട്ടാത്ത കെട്ടി ഷൂ നല്ലിട്ടു എന്നിട്ട് നിന്റെ അമ്മയുടെ മുന്നിൽ തള്ളാക്കി എണ്ണ തീർന്ന് കെട്ടുപോയി തിരി പോലെ പുകയുന്നത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതോ ഇതെല്ലാം ആളുകളാണെന്ന് വളരെ സ്വഭാവമാണെന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ശരിയല്ല അമ്മ താല്പര്യം പറയുന്നത് രണ്ടാൾക്കുള്ള പിന്നോട്ട് സൈലന്റ് വാചകം പഠിച്ച അനുഭവം കൂടി കിട്ടുന്നത് അമ്മാതെ ലക്ഷ്യമിട്ടത് അമ്മയോടുള്ള സ്നേഹ ബഹുമാനം കൊണ്ടാണ്. അത് കിട്ടാൻ വേണ്ടി മനസ്സിലാക്കി നമ്മളെ ഇനി അത് പറഞ്ഞ അമ്മയ്ക്ക് അപ്പനെ തോൽപ്പിക്കണം. പകരം മാത്രമല്ലല്ലോ എന്റെ അപ്പനും നിങ്ങളുടെ മോനെ നല്ല മധുരമുള്ള മോനെ എന്നും ഇവന്റെ മുന്നിൽ അല്ലെങ്കിൽ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം മധുരോട് ചോദിക്കും എന്താവണമെന്ന മോനെ സ്വപ്നം. ഇല്ലെങ്കിൽ മോൻ എന്തായി തീരണമെന്ന് സ്വപ്നം കാണാനെങ്കിൽ അപ്പനൊക്കെ തരും. ഇതിനും മിഠായിയുടെ മാതാപിതാക്കളൊന്നും പ്രതീക്ഷിക്കണം. അതുകൊണ്ട് ചോദിക്കട്ടെ, എന്താണ് മിഠായിയുടെ അടുത്ത സ്വപ്നം? പറയണോ? പോലെ ലോകത്തിൽ സഞ്ചരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനെ തലവില്ലാത്ത അപ്പൻ്റെ പല എനിക്ക് നേരത്തിൽ അങ്ങനെ സ്വപ്നങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെ ചോദിക്കുക. അതെ, എന്തുപറ്റി കേട്ടാ? അല്ല, മിഠായി പറഞ്ഞതിന് കാര്യമുണ്ട്. അവനൊരു ബ്രില്യൻ്റായി കിട്ടിയത് ഒരു ഇടത്തരക്കാരൻ്റെ മകനായിട്ട് ജനിച്ചിരുന്നെങ്കിൽ പോലും ഉള്ളത് വീട്ടിൽ ലോൺ എടുത്ത് മിഠായിയെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാൻ വേണ്ടി. നിങ്ങളുടെ മകനായി ജനിച്ചു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് അവൻ ആ ഭാഗ്യമില്ലാതായി. അല്ല, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല. ഞങ്ങളുടെ മകൻ വിദേശത്ത് വെച്ച് പഠിപ്പിക്കുന്ന ആഗ്രഹം, പക്ഷേ നിങ്ങളുടെ പരിമിതി എനിക്ക് മനസ്സിലാവും. എന്ത് കഷ്ടപ്പാട് ഞങ്ങൾ സഹിക്കാം. ഞങ്ങളുടെ വല്ലാത്ത ആഗ്രഹം പറയാം. ശരിയല്ല, 10-15 വർഷമായി 2 സെന്റ് സ്ഥലം വാങ്ങാൻ വേണ്ടി സൂചിപ്പിച്ചതാണ്.
ഇനിയിപ്പോ മണ്ണ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ മോന്റെ ആഗ്രഹം നടന്നാൽ മതി. നിങ്ങളുടെ ആഗ്രഹം മിഠായിക്ക് ബാങ്കിൽ നിന്ന് വിദ്യാഭ്യാസ ലോൺ പഠിച്ച് ജോലി കിട്ടി കഴിയുമ്പോൾ അവനെ നടച്ചു നിർത്തോളൂ. അതിപ്പോ ഞങ്ങളെന്താ ചെയ്യും? ബാങ്കിനെ സമീപിക്കണം. അതിനുവേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഹലോ, ഇവിടെയാണോ? യെസ്, ഇവിടെ. പകരം അപ്പനല്ലേ? ഇതപ്പൻ, ഇതമ്മ, ഇത് മുന്നോട്ട്. കണ്ടു നടന്നല്ലോ. ഇനി യൂട്ടിക്ക് തിരിച്ചു കൂടെ? അത് പിന്നെ ഏത് പ്രായത്തിലാണ്